ഗുരുവായൂർ ദേവസ്വം ഭൂമിയും വഖഫ് ബോർഡ് കൈയടക്കിയതായി പരാതി. മലപ്പുറം പൊന്നാനിയിൽ കാഞ്ഞിരമുക്ക് തളി മഹാശിവക്ഷേത്ര ഭൂമിയാണ് വഖഫ് ബോർഡ് കൈക്കലാക്കിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം നിലനിന്നിരുന്ന ഭൂമി ഇപ്പോൾ ഇസ്ലാം മത പരിവർത്തന സ്ഥാപനമായ മൗനത്തുൽ ഇസ്ലാം സഭയുടെ കീഴിലാണ്. ക്ഷേത്രഭൂമി തിരിച്ചു കിട്ടണമെന്ന ആവശ്യവുമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിശ്വാസികൾ. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഇത് കൃത്യമായ ധാരണ വിശ്വാസികൾക്കുണ്ട്. അവർ പരാതിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ തീർച്ചയായും വിവരങ്ങൾ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ എന്തൊക്കെ തെളിവുകൾ അവരുടെ കൈവശമുണ്ട് ഇക്കാര്യം സ്ഥാപിക്കുന്നതിനായി? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയും അത് ഇത്രയും നാളും മുന്നോട്ട് വരാതിരിക്കുകയും ചെയ്തതും? തെളിവുകൾ മാത്രമല്ല, ആ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നതിന് സാക്ഷികളായിട്ടുള്ള ആളുകൾ പോലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. കാരണം 1918 കൂടിയിട്ടായിരുന്നു ഈ കാഞ്ഞിരമുക്ക് തളി മഹാശിവക്ഷേത്രം പ്രാഥമികമായി തകർക്കപ്പെടുന്നത്. അതായത് ഈ ക്ഷേത്രത്തിന്റെ തകർച്ച തുടങ്ങുന്നത് ആ ഘട്ടത്തിലായിരുന്നു. 1918 കൂടിയിട്ടായിരുന്നു. അന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ക്ഷേത്രം 1918 തകർക്കപ്പെട്ടതിന് ശേഷം അത് നവോത്ഥാനം നടത്തുകയോ അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുകയോ ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. കാട് കയറി നശിച്ച ഒരവസ്ഥയിലായിരുന്നു ആ ക്ഷേത്രം നിലനിന്നിരുന്നത്. പിന്നീട് 1937 ഈ കാഞ്ഞിരമുക്ക് മഹാശിവക്ഷേത്രം നിലനിന്നിരുന്ന 2.15 ഏക്കർ ഭൂമി ആമിനുമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി കൈവശപ്പെടുത്തിയതായ ഒരു രേഖ പുറത്തു വരുന്നത്. രേഖ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഒരു അവകാശവാദവുമായി ആളുകൾ മുന്നോട്ടേക്ക് വരുന്നത്. ഈ ആമിനുമ്മയ്ക്ക് ഈ 2.15 ഏക്കർ ഭൂമി പതിച്ചു നൽകിയതിന്റെ രേഖകളൊന്നും പൊന്നാനി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇല്ല. പിന്നീട് ഈ ആമിനുമ്മയിൽ നിന്നാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഭൂമി കൈവശപ്പെടുത്തുകയും അത് വഖഫ് ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖ 1958 പൊന്നാനി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1958 ഈ ഭൂമി വഖഫ് ചെയ്തതായി ഒരു രേഖ പുറത്തു വരുന്നത്. എന്നാൽ ആ ഘട്ടങ്ങളിലൊന്നും ആ സ്ഥലത്ത് കൂടുതലായിട്ടുള്ള പള്ളി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പണികളൊന്നും നടന്നിരുന്നില്ല. 1918 ഈ ക്ഷേത്രം തകർക്കുന്നു. 1958 ഈ ഭൂമി വഖഫ് ആയി ദാനം ചെയ്യുന്നു. ആ ഘട്ടത്തിലൊന്നും അവിടെയൊക്കെ ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ശിലാഫലകങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് 1996 ഈ 2.15 ഏക്കർ ഭൂമി വലിയ ഓലകളൊക്കെ കൊണ്ട് മറച്ചു കെട്ടി ഇതിനുള്ളിലുള്ള ക്ഷേത്രം തകർക്കുന്ന നടപടികൾ ഈ മൗനത്തുൽ ഇസ്ലാം സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മൗനത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്നത് സർക്കാർ അംഗീകാരമുള്ള ഇസ്ലാം മതപരിവർത്തന കേന്ദ്രമാണ്. കേരളത്തിൽ 2 കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഒന്ന് മലപ്പുറം പൊന്നാനിയിലും മറ്റൊന്ന് കോഴിക്കോടുമാണ്. ഈ മലപ്പുറം പൊന്നാനിയിലുള്ള മൗനത്തുൽ ഇസ്ലാം സഭയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ 2.15 ഏക്കർ ഭൂമി. ഈ പരാതിയുമായി ദേവസ്വം ബോർഡിനെ ഗുരുവായൂർ ദേവസ്വത്തിനെ സമീപിച്ചിരുന്നു എന്നുള്ള കാര്യം ശ്രീ സജയൻ വ്യക്തമാക്കുകയാണ്. അത് കാരണം ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിൽ വരുന്നതാണല്ലോ ഈ തളി മഹാശിവക്ഷേത്രം വരുന്നത്, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി. പക്ഷേ അതിനെക്കുറിച്ച് അവർ അജ്ഞത നടിക്കുകയാണ്. അത് ഏത് സ്ഥലം എന്ന് പോലും വ്യക്തമാകാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഭക്തരുടെ വിശ്വാസികളുടെ മാത്രം ഒരു കൂട്ടായ്മയിൽ അവരുടെ വികാരം അവർ അത് കോടതിയെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടി ഇതിനോടൊപ്പം ചേരേണ്ടതല്ലേ? എന്തുകൊണ്ട് അവർ മാറി നിൽക്കുന്നു? അമീന, തീർച്ചയായും അത് വേണ്ടതാണ്. കാരണം ഗുരുവായൂർ ദേവസ്വം ഊരാളന്മാരായിട്ടുള്ള മല്ലിശ്ശേരി മനയും കോഴിക്കോട് സാമൂതിരി രാജാവുമാണ് ഈ ഭൂമിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നത് പൂർവ്വകാലത്ത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ മൗനത്തുൽ ഇസ്ലാം സഭയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ ഈ ഭൂമി വന്നു എന്നതിനെ സംബന്ധിച്ച വിവരം പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും അവിടെ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെ വന്ന് ഈ സ്ഥലത്ത് പരിശോധന നടത്തുകയൊക്കെ ചെയ്തതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് വന്ന് പരിശോധന നടത്തിയ സമയത്തായാലും ഈ ഭൂമി മറ്റാർക്കും പതിച്ചു നൽകിയിട്ടില്ല എന്ന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആ ഘട്ടത്തിൽ പറയുകയുണ്ടായി. പക്ഷേ ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് സഹകരിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട നിയമസഹായം നൽകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇവർക്ക് സപ്പോർട്ട് നൽകാനോ ഒന്നും ഈ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം തളി ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട തളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഈ തളി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഒരുപാട് ആളുകൾ ആരാധന നടത്തിപ്പോന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. ഗുരുവായൂർ ദേവസ്വത്തിന് തന്നെയാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ നടത്തിപ്പ് അവകാശവും ഒക്കെ ഉള്ളത്. എന്നിട്ട് പോലും ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വരികയും ഘട്ടം ഘട്ടമായി, നേരത്തെ ഈ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള സജയൻ പറഞ്ഞതുപോലെ ഘട്ടം ഘട്ടമായി ഈ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള ശ്രമം മൗനത്തുൽ ഇസ്ലാം സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നൊരു വിവരം പുറത്തു വന്നതിന് ശേഷവും അത് ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ
ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും ചെയ്തിട്ടും അവരുടെ ഭാഗത്ത് നിന്നും ഒരു പിന്തുണ ഈ ആളുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പിന്തുണ കിട്ടാത്ത സാഹചര്യത്തിൽ നിന്നും ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായിട്ടില്ല. കാരണം ഇപ്പോൾ അവിടെയുള്ള ആളുകളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ആരാധന നടത്തി പോരുകയും അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഈ ക്ഷേത്രം തകർന്ന നിലയിൽ കാണപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് ഗോകുൽ, ഈ ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ഈ ഇസ്ലാം മത പരിവർത്തന സ്ഥാപനമുണ്ടല്ലോ, മൗനത്തുൽ ഇസ്ലാം സഭയുടെ കീഴിലുള്ളത്, അത് എത്ര വർഷമായി അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്? അതിനു മുൻപ് ആ സ്ഥലം ഏത് കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഇവരുടെ കയ്യിലേക്ക് വന്നത് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ വാർത്തകൾ അല്ലെങ്കിൽ കൃത്യമായുള്ള വിവരങ്ങൾ അവിടെയുള്ളവർ പങ്കുവയ്ക്കുന്നുണ്ടോ? അതുകൂടി ചേർത്തുകൊണ്ടാണോ അവർ പരാതി നൽകിയിരിക്കുന്നത്? മൗനത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ അതിന് രൂപം കൊള്ളുന്നത് 1900-ലാണ്. 1900-ൽ രൂപം കൊണ്ട് 1908-ലൊക്കെയാണ് മൗനത്തുൽ ഇസ്ലാം സഭ രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ അത് ഈ സ്ഥലത്തല്ല. ഇപ്പോൾ നമ്മൾ ഈ തർക്കഭൂമിയായിട്ടുള്ള നമ്മുടെ മഹാശിവക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തല്ല മൗനത്തുൽ ഇസ്ലാം സഭയുടെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. അത് പൊന്നാനിയിൽ നിന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് മതപരിവർത്തനം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പണത്തിനും മറ്റും ആവശ്യമായി ഈ ഭൂമി വഖഫ് ചെയ്യുന്നു എന്നാണ് ഈ ഭൂമി വഖഫ് ചെയ്തിട്ടുള്ള കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ആധാരം ചെയ്തിരിക്കുന്നത്. അതായത് മൗനത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്ന ഒരു സംവിധാനം നേരത്തെ ഉണ്ട്. അവരുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുന്നതിനും ഈ മതപരിവർത്തനം നടത്തി മൗനത്തുൽ ഇസ്ലാം സഭയുടെ ഭാഗമായി മതപരിവർത്തനം നടത്തി ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾക്ക് ഭക്ഷണം, വസ്ത്രം മുതലായവ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള വകകൾ ഈ ഭൂമിയിൽ നിന്ന് കണ്ടെത്തി കൊടുക്കണമെന്നാണ് ഈ രേഖ.